നമ്മൾ സാധാരണ ഒരു ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഏതെങ്കിലും ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ഏറ്റവും നല്ല ക്യാമറയുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല പിക്ചർ ക്വാളിറ്റി കിട്ടുന്ന മൊബൈൽ ഫോണിലായിരിക്കും മിക്കവാറും എല്ലാ ഗ്രൂപ്പ് ഫോട്ടോസും എടുക്കുന്നുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഫോട്ടോസ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല ക്യാമറയ്ക്കകത്ത് ഏറ്റവും നല്ല ഫോണിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ഇത് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യും. സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ വാട്സപ്പ് എടുക്കുന്നു. വാട്സപ്പിൽ നിന്നും അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, നമ്മുടെ ഗ്രൂപ്പിനകത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനകത്ത് ഗാലറിയിൽ പോയിട്ട് ഗാലറിക്കകത്തുള്ള ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ നമ്മൾ ഗ്രൂപ്പിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി അത് എടുത്ത് കാണുകയും ചെയ്യും. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും തല്ലിപ്പൊളി മാർഗം. കാരണം 5-10 MB ഉള്ള ആ ഒരു പിക്ചറിനെ വെറും KB കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് വാട്സപ്പ് വഴി നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഈ സെൻഡ് ചെയ്തെടുത്ത ഫോട്ടോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് സാധാരണ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ തന്നെ എടുത്താൽ കിട്ടുന്നതിനേക്കാളും വളരെ മോശമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. അറിയാമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും ഞാൻ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഗാലറിയിൽ നിന്നും നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് പകരം, നമ്മൾ സാധാരണ എടുക്കുന്നത് ഗാലറിയിൽ നിന്നും ഫോട്ടോ എടുത്തിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഡോക്യുമെൻ്റ് ആയിട്ട് എടുക്കുക. ഡോക്യുമെൻ്റ് ആയിട്ട് എടുത്തതിന് ശേഷം എവിടെയാണോ ആ ഫയൽ ഉള്ളത് അവിടെ പോയിട്ട്, ഇപ്പം ഞാൻ ഇവിടെ ഇമേജസിനകത്ത് ക്യാമറയിലെ ഇമേജസ് ഉണ്ടാവും. അപ്പം ഇത് എൻ്റെ ഒരു സെൽഫി എടുത്തതാണ്. ഈ ഒരു ഇതെടുത്ത് ഞാൻ സെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ സെൻഡ് ചെയ്തു. ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പിക്ചറായിട്ട് അവിടെ കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഫയൽ സെൻഡ് ആയിട്ടുണ്ടാവും. ആ ഫയലിന് നമ്മളുടെ ഒറിജിനൽ ഫയലിൻ്റെ അതേ ഫയൽ സൈസും അതിൻ്റെ ക്വാളിറ്റിയും ഉണ്ടാവും. വാട്സപ്പിൽ നമുക്കിത് കാണാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിസീവ് ചെയ്യുന്നയാൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ അതേ ക്വാളിറ്റിയിൽ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇത് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ വാട്സപ്പ് വഴി സെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഫോട്ടോസ് ഗൂഗിൾ ഡ്രൈവ് വഴി നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഫോണിൽ നിന്നും ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഫയൽ ഏതാണോ ആ ഫയലിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇമേജസിനകത്ത് ക്യാമറയിലുള്ള എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് വെയിറ്റിംഗ് ഫോർ അപ്ലോഡ്. ഇതാ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഫോട്ടോ അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇതിന് ശേഷം ഈ സൈഡ് ബാറിൽ കാണുന്ന ഈ 3 ബട്ടൺ ഉണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് ഷെയറിംഗ് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഫോട്ടോയുടെ സേവ് ചെയ്തിരിക്കുന്ന ആ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഫോട്ടോ മാത്രം ഒരാൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ലിങ്ക് ഷെയറിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള കോപ്പി ലിങ്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ വാട്സപ്പിൽ വരുന്നു. വാട്സപ്പിലോ ഏത് മെത്തേഡിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഡ്രൈവിലെ ഏത് ലൊക്കേഷനിലാണോ ഇത് സേവ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റിസീവ് ചെയ്യുന്നയാളിന് ഈ ലൊക്കേഷനിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ ഫോട്ടോ മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു ഫോട്ടോയോ ഒരു ഫോൾഡറോ എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ സെൻഡ് ചെയ്തെടുക്കാം. അവിടെയുള്ള മറ്റൊരു ഡീറ്റെയിൽസും മറ്റൊരു ഡേറ്റയും റിസീവ് ചെയ്യുന്നയാൾക്ക്
ആക്സസ് ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ ഈ ഷെയർ ചെയ്തിരിക്കുന്ന കാര്യം മാത്രമേ എടുക്കാൻ പറ്റുകയും ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള 2 മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.